ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെ ജിമ്മിൻ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. വാവ്, നന്നായിട്ടുണ്ടല്ലോ. അങ്ങനെ ജിമ്മിൻ്റെ ഡാഡി പറയാൻ തുടങ്ങി. ജിമ്മിൻ, എൻ്റെ ഡാഡ്, നീ ഇപ്പോൾ ഓഫീസ് വരുന്നില്ലേ? ഡാഡ്, ഓഫീസിലേക്ക് ഞാൻ വരാം. ജിമ്മിൻ, നീ ഓഫീസ് വരാൻ പോവാം. കാറ്. ഡാഡ്, എനിക്കിപ്പോൾ കാർ ഇത് വേണ്ട, ഞാൻ പുതിയ കാർ മേങ്ങാൻ പോവാം. ഡാഡ്, എനിക്ക് ക്രെഡിറ്റ് കാർഡ് താ ഡാഡ്. ശരി ജിമ്മിൻ, എനിക്ക് കാർ വേണോ? അതെ ഡാഡ്. നിനക്കെന്താടാ ഈ കാറ്? ഡാഡ്, എനിക്ക് പിടിച്ച മാതിരി കാർ എടുക്കണം ഡാഡ്. ശരിടാ, എനിക്ക് സ്വന്തം ഡ്രൈവിങ് ചെയ്യാൻ. ശരിടാ. അങ്ങനെ ഒരു ജിമ്മിൻ്റെ ഡാഡി അവിടെ നിന്ന് പോയി. ജിമ്മിൻ കാർ എടുക്കാൻ ജങ്കുക്ക് പറഞ്ഞു, മച്ചാ ഒരു പ്ലേസ് ഉണ്ടടാ, നമുക്ക് ആ പ്ലേസ് പോവാം. അങ്ങനെ ജിമ്മിൻ എല്ലാവരും കാറിൽ ഇങ്ങനെ പോവായിരുന്നു. കാറിൽ അതെ, ജിമ്മിൻ ജങ്കുക്കിൻ്റെ കൂടെ കാറിൽ പോവായിരുന്നു. ജങ്കുക്ക് ഇങ്ങനെ കാറിൽ ഇങ്ങനെ ബ്രേക്കായി. കുറേ പോകണൂടാ, ഇനും കുറച്ച് മിനിറ്റ് കൊണ്ടുകൂടാ എന്ന് പറഞ്ഞത്. ജിമ്മിന് യഥാർത്ഥം കുറച്ച് നടക്കാൻ തുടങ്ങി. ശരിടാ, ഞങ്ങൾക്കൊരു അവിടെ ഹോട്ടലുണ്ട്, അവിടെ ഫുഡ് കഴിച്ച് വരാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇട്ട് പറഞ്ഞേരം ശരി, എന്താപ്പാ അവിടെ ചോദിച്ചായിരുന്നു. അതിലൊരു അങ്കിൾ ചോദിച്ചു, എന്താപ്പാ ഫുഡ് വേണോ? അതിൻ്റെ അങ്കിൾ പറഞ്ഞു ഫുഡ്. ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഇങ്ങനെ കുറച്ച് സംസാരിക്കുന്നു കേട്ടായിരുന്നു എനിക്ക്. അതെ അവിടെ നല്ല കാറിലുണ്ട്, ഇനി കുറച്ച് നടന്നാൽ മതി, കുറച്ച് മീറ്റർ ഉള്ളത്. അങ്ങനെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ജിമ്മിന് കേട്ടോ സൗണ്ട്. ആസ്കിമി യെസ്. അവിടെ കാറിന് ഷോപ്പിൽ പറഞ്ഞു കേട്ടായിരുന്നു. അതെ അവിടെ കാറിലെല്ലാം പുതിയ മോഡൽ വരാം, അതുപോലെ നമുക്ക് പഴയ കാറെല്ലാം കിട്ടും എന്ന് പറഞ്ഞായിരുന്നു. ജിമ്മിനിക്ക് ഷോക്കായി. പേരെന്താ പറഞ്ഞ? പ്ലേസ് പറഞ്ഞു. അങ്ങനെ ജങ്കു കാർ ശരിയാക്കി. മച്ചാ എന്താടാ, ഇനി എത്ര മീറ്റർ ഉണ്ടടാ അവർക്ക് പോവാനേ? ഇനി മീറ്റർ പറഞ്ഞാൽ 100 മീറ്റർ ഉണ്ട് മച്ചാ. ഇല്ലടാ മച്ചാ, 100 മീറ്റർ വേണ്ടടാ, ഇവിടെ 40 കിലോമീറ്റർ ഉണ്ട്, ഇവിടെ ഒരു കാർ ഷോപ്പുണ്ട്. ഇല്ലടാ മച്ചാ, അത് പുതിയ കാറും പിന്നെ പഴയ കാറെല്ലാം വിൽക്കുന്നിടാ, കച്ചവടം ഉണ്ടടാ, എനിക്ക് അവിടേക്ക് തന്നെ പോകണം ജിമ്മിന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് ജിമ്മിന് അവിടേക്ക് വന്നു. കാർ നിറയെ കാർ കാണും. ജിമ്മിനിക്ക് ഒരു കാർ ഇഷ്ടപ്പെട്ടില്ല, എല്ലാം പഴയതാണ്. ഇങ്ങനെ ഒരു കാർ അവിടെ ഫുള്ള്, ആ കാർ മാത്രം വ്യത്യാസമായിട്ടുണ്ട്. ആരും ആ കാർ എടുക്കില്ല. ആ കാറിൻ്റെ അടുത്ത് വൈറ്റ് തുണിയുണ്ട്. കാർ ചെറിയ ജിമ്മിന് പറഞ്ഞു, കാറ് അതെ സാർ, കാർ ആരും മേങ്ങില്ല സാർ, ഇപ്പോൾ മോഡലാണ് കാർ സാർ. എന്താ ഈ കാർ മേങ്ങാത്ത? സാർ ഈ കാർ മേങ്ങിയിട്ടില്ല സാർ, അത്ര ഇവിടെ എല്ലാം മോഡൽ, വലിയ മോഡൽ കാർ മേങ്ങാം. ഞാൻ ജിമ്മിൻ്റെ കൂടെ പറയായിരുന്നു, ഇത് മോഡലല്ലേ സാർ, ഇത് മോഡലാണ് സാർ, ഇതെല്ലാം പണം എന്നാൽ അത്ര പണത്തിൽ ആരും മേങ്ങില്ല സാർ. എത്ര പണം? ജിമ്മിന് മേങ്ങിയ കാർ. അത് മാത്രമല്ല കാറ് കുറച്ച് സാർ, കാറിന് കുറച്ച് മാറ്റണം. ജിമ്മിന് പറഞ്ഞു ശരി, ഈ കാർ ഞാൻ മാറ്റിക്കോളാം. പിന്നെ കാർ മേങ്ങിയായിരുന്നു, പുതിയ കാറാണ് സാർ. വന്നിട്ട് 6 മേങ്ങിയിട്ട് അതിൽ കുറേ പണം വേണമെന്ന് പറഞ്ഞത് സാർ. ഇപ്പോൾ 100 മീറ്റർ കഴിഞ്ഞിട്ട് പോകില്ല സാർ, അവിടേക്ക് ഈ കാറ് കൊണ്ടുവന്നതാ. അത് മാത്രമല്ല ഇതിപ്പോൾ ഒരു കാറ്, ബാക്കിയുള്ള കാറ് പോയി, ഇതൊന്നും മാത്രമേ ബാക്കിയതെന്ന് പറഞ്ഞായിരുന്നു ജിമ്മിൻ്റോട്. ശരി ഓക്കെ, ജിമ്മിന് കാർ മേങ്ങി. ശരി ഓക്കെ, നിങ്ങൾക്ക് പണം തരാമെന്ന് പറഞ്ഞു. ശരി ഓക്കെ, ജിമ്മിന് ആ കാർ എടുത്ത് ഡ്രൈവിങ് ചെയ്യാൻ തുടങ്ങി. ജിമ്മിന് ആ കാർ യൂസ് ചെയ്ത് ഇങ്ങനെ പോകുമായിരുന്നു. പോകുമ്പോൾ ജിമ്മിന് കുറച്ച് പോകുന്ന കാട്ടിൽ ഫ്രണ്ടിലൂടെ പറഞ്ഞു, നീ പോയിക്കോട്ടെ, ഞാൻ ഈ കാറിൽ പോവാന്ന് പറഞ്ഞു. പെട്രോൾ ഫുൾ ടാങ്ക് ആക്കി, പിന്നെ കുറച്ച് പെട്രോൾ മേങ്ങി കാർ ഡിക്കിൽ വെച്ച് ഇങ്ങനെ പോവായിരുന്നു. ജിമ്മിനോട് സംസാരിക്കാൻ തുടങ്ങി. ബാസ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ജിമ്മിനിക്ക് ഷാക്ക്. ബാസ് ഞാനാണ് കാറാ നിനക്ക്? കാറിന് ജിമ്മിന് നിപ്പിക്കാൻ നോക്കി. സാർ നിൽക്കേ ഞാൻ നിൽക്കോളാം. അങ്ങനെ കാർ നിന്നു. ഇങ്ങനെ കാർക്കും കണ്ണ് സംസാരിക്കായി. ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി കാറ്. ബാസ്, ഞാൻ സാധാരണ കാറല്ല സാർ ബോസ്, ഞാനൊരു സൂപ്പർ കാർ, മാജിക് കാർ. ജിമ്മിന് പറയുന്നത് ഞാനൊന്നും നമ്പല സാർ, എനിക്ക് ഒരു സീക്രട്ട് പറയട്ടെ സാർ, ആർക്കും അറിയില്ല സാർ. അത് മാത്രമല്ല നിങ്ങൾ എൻ്റെ കൂടെ വാ, എനിക്ക് കാറിന് എനിക്ക് ചേഞ്ച് ആവാൻ പറ്റുമെന്ന് കാർ പറഞ്ഞു. എന്ത്, നിനക്ക് ചേഞ്ച് ആവാൻ പറ്റുമോ? അതെ എൻ്റെ ഒരു ബട്ടനുണ്ടോ, അത് പോയിനുണ്ടോ? അതുമല്ല ഞാൻ സൂപ്പർ കാർ, മാജിക് കാർ, എനിക്ക് എത്ര വയസ്സായി ഞാൻ ചേഞ്ച് ചെയ്യില്ല, പുതിയൊരു മാതിരിയാവും. നിങ്ങൾ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പുതിയതാണ്. അത് മാത്രമല്ല അത് എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ റെഡി ആയത് അത്രയാണ്. അങ്ങനെ പറഞ്ഞു. ജിമ്മിൻ പറഞ്ഞു, ഷോക്കായി. വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. കാറ് പറഞ്ഞ് പ്ലേസിലേക്ക് പോവാം. കുറേ പോകുന്നുണ്ട്. എനിക്ക് പെട്രോളൊന്നും വേണ്ട, എനിക്ക് പെട്രോൾ പറഞ്ഞാൽ അതിൻ്റെ ഫുഡാണ്, ഇപ്പോൾ എനിക്ക് വേണ്ട, ഞാൻ പോവാന്ന്. ആ ജിമ്മിൻ്റെ അടുത്തോണ്ട് ഒരു പ്ലേസ് കൊണ്ടുപോയി. അവിടെ നോക്കുമ്പോൾ ജിമ്മിനിക്ക് ഷോക്കായിരുന്നു. അതെ ഇതാണ് ഇതെല്ലാം എടുത്തോണ്ട് അങ്ങനെ കാറിൽ ഫിറ്റാക്കണം. അവിടെ ഒരു കാർഡായിരുന്നു, അതിൽ ഒരു ബട്ടൺ പോലത്തെ അത് അവിടെ വെച്ച്. അതെ, ഈ ബട്ടണിൽ എനിക്ക് എന്ത് വേണം, നീ എന്ത് വേണം ആഗ്രഹിച്ചാൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞു. ജിമ്മിൻ പറഞ്ഞു, അങ്ങനെ ആവോ പറ്റും? അതെ എന്ന് പറഞ്ഞു. ജിമ്മിന് ഭയങ്കര ഹാപ്പിയായിരുന്നു. ജിമ്മിന് കാർ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി.
പല ആളൊക്കെ ഓഫീസിൽ പോകാൻ തുടങ്ങിയാണ്. ജിമ്മിൻ പറയും ഓഫീസിൽ പോകാൻ തുടങ്ങിയാണ്. കാറിൽ വന്നു, പുതിയ കാർ. എന്നിട്ട് കുറച്ച് ജിമ്മിൻ ആ കാറിനെ ചേഞ്ച് ആക്കി. ഒരു പഴയ മോഡലായിരുന്നു, നല്ല മോഡലാക്കി മാറും ജിമ്മിൻ. ഈ ഫോട്ടോ തന്നെ മതി നല്ല സൂപ്പറായ കാർ. ജിമ്മിന് പറഞ്ഞു, ഞാൻ ഹായ് ആയിട്ട് കിടന്ന് പറഞ്ഞാൽ നീ പോയിക്കോ കാറേ എന്ന് പറഞ്ഞു. ജിമ്മിനോട് കേട്ട് എവിടെയൊക്കെ പോകണമെന്ന്. അല്ല ജിമ്മിന് ഓടുക്കുമ്പോൾ മനസ്സ് വെച്ചാൽ അത് പോകാം, ജിമ്മിന് പോകാം. ജിമ്മിൻ നല്ല കിടന്ന് പറഞ്ഞ് കാർ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി ജിമ്മിനെ. സാർ പാ സെണി എന്ന് പറഞ്ഞു. എത്തി കാർ ബോയ് കാറാണ്, അതുകൊണ്ട് ഗേളാണ് പോയത്, ഞാൻ ബോയാണ് ഈ കാർ പറഞ്ഞു. കാർ നിന്നു. ശരി, എനിക്ക് കുറച്ച് തണുത്ത് പോയിട്ട് നിൽക്കണം. ജിമ്മിനോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങണ്ട, ഇവിടെ ഉള്ളവരെല്ലാം ശ്രദ്ധിക്കൂ. അങ്ങനെ ജിമ്മിനിരുന്നു. പിന്നെ നല്ല പ്ലേസിൽ പോയി കാർ നിന്നു. ശരി നീ പോയിക്കോ എന്ന് പറഞ്ഞു. നിനക്ക് ഓഫാണോ? ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തോളാം, എനിക്ക് പോകാൻ പറ്റും, ഓണാൻ പറ്റും, തന്നാലേ ഓണാൻ പറ്റൂ, തന്നാലേ എടുക്കാൻ പറ്റൂ. അങ്ങനെ കാർ പറഞ്ഞു. ശരി ജിമ്മിനടുത്ത് ഇറങ്ങിയിട്ട് പോയി ഓഫീസിൽ പോയി എല്ലാവരോടും സംസാരിക്കാമായിരുന്നു. സാർ ഓക്കെ. ജിമ്മിന് കമ്പനികളിൽ ജോലി ചെയ്തായിരുന്നു. ഒരാൾ വന്ന് കാറിന് നോക്കുമായിരുന്നു. നന്നായിട്ടുണ്ടല്ലോ ഈ കാർ, ഇനി കട്ടുകൊണ്ട് പോയാൽ നല്ല കിട്ടും. അങ്ങനെ ഒരാൾ പറഞ്ഞു. കള്ളൻ വേണ്ട, ഇത് വലിയ കമ്പനിയാണ്, ഇവിടെ കണ്ട് ക്യാമറയിൽ കാണുന്നത്. അങ്ങനെ ആ കള്ളനോട്ട് പോയി. കാർ നിനക്ക് ടെൻഷനായി. എന്തടാ എന്നെ കക്കുവോ, നിനക്ക് വെച്ചിട്ടുണ്ട് ആപ്പ് എന്ന് കാർ മനസ്സിലിരിക്കുക. ശരിടാ നിനക്കല്ല. ആ കള്ളൻ എവിടെ പോയിട്ട് കക്കാൻ പോകുന്നത് എല്ലാ ഡീറ്റെയിൽസ് കള്ളൻ ഒരു പുര ഉണ്ടിടാ, അവിടെ നിന്ന് ഇങ്ങനെ കക്കാൻ എന്ന് പ്ലാൻ ചെയ്തു. ഇതെല്ലാം കാർക്കട്ട്. ശരി ഓക്കെ, ഞാൻ വെക്കുന്നത് നമുക്ക് ആപ്പ് എന്ന് കാർ മനസ്സിനുള്ളിൽ നിന്നിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇട്ട് കാർ സംസാരിക്കാൻ അവൻ പേടിക്കുമല്ലേ, അതുകൊണ്ട് കാർ മിണ്ടാതെ വായു പറ്റിയിരുന്നു. അങ്ങനെ കുറേ ആൾ വന്നിട്ട് പോയിരുന്നു. ജിമ്മിൻ കാറിൽ കയറി. അപ്പോൾ ജിമ്മിൻ കാറിലായിരുന്നു. എൻ്റെ ടയർഡായി. ജിമ്മിൻ്റെ പറഞ്ഞു കാർ നടന്ന കാര്യം. ജിമ്മിൻ ഷോക്ക്. എന്ത് കക്കം വന്നതാ കള്ളനാ? അതെ നമുക്ക് പോയിട്ട് ജിമ്മിനൊക്കെ എൻജോയ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ജിമ്മിനെ ഒരു പ്ലാൻ ചെയ്ത് അവിടേക്ക് പോയി കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ജിമ്മിനിക്ക് ഇങ്ങനെ ട്രില്ലിങ് എല്ലാം ഭയങ്കര പിടിക്കും. കള്ളൻ മാസ്ക് ഇട്ട് അവനെ കള്ളന്മാരെ പിടിച്ച് പോലീസിൽ കൊടുത്ത്. ജിമ്മിനിക്ക് ഭയങ്കര നല്ല പേരെല്ലാം കിട്ടി. അതുകൊണ്ട് ജിമ്മിൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു വീട്ടിലെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു. ജിമ്മിൻ നോക്കി. അപ്പോൾ ഡോഗോട് ഓടി വയ്ക്കാൻ നിക്കടാ മോനെ, നിക്കടാ ടോം എന്ന് പറഞ്ഞു. ടോം ബൗ അത് ഓടിപ്പോവാൻ. ടോം ഓടി വന്ന് കാറിൻ്റെ അടുത്ത് നിന്നു. കാറും ടോമും രണ്ടുപേരും നോക്കാൻ തുടങ്ങി. ടോം സംസാരിക്കുകയാണ്. നീയാ എന്ന് ടോം ചോദിച്ചു. അങ്ങനെ കാർ ഷോക്കായി. എടാ നീയാ